കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നികേഷിന്റെ കയ്യിലാണെങ്കിൽ ആ ഒരു സ്ത്രീ അവന് എടുത്തു നിൽക്കുന്ന ഫോട്ടോ അങ്ങ് കിട്ടുകയാണ്. കുറേ നേരം അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. ഇത്രയും കാലം സ്വന്തം അമ്മ തന്നെ എടുത്തു നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു അവൻ. പക്ഷേ ഇപ്പോൾ ആ കാണുന്നത് വേറൊരു സ്ത്രീയാണ് അവൻ എടുത്തു നിൽക്കുന്നത്. നികേഷ് ആകെ അമ്പരന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതേതാ ഈ സ്ത്രീ, ഇവരെന്തിനാ എന്നെ എടുത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇത് കണ്ടിട്ട് ഒരു രാജസ്ഥാനിയോ ഗുജറാത്തിയോ ഒക്കെ പോലെയുണ്ടല്ലോ, ഈ സ്ത്രീയെ കണ്ടിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ സുഭാഷും സുധീഷും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ആർക്കും ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവർക്കൊക്കെ. ഭാസ്കരനും എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് അവിടെ വേറൊരു ഫോട്ടോ എടുത്തു. നേരത്തെ ഈ ഫോട്ടോ കണ്ടപ്പോൾ സുധീഷ് പറഞ്ഞിരുന്നത് ഇത് നിന്റെ ചെറിയമ്മ, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഫോട്ടോയാണെന്നാണ്. ആ രണ്ട് ഫോട്ടോയും കൂടി നോക്കിയപ്പോൾ സംഗതി ഒന്നാണെന്ന് നികേഷിന് മനസ്സിലായി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അല്ല ഇവരൊക്കെ ആരാണ്? നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞത് ഇതിൻ്റെ ചെറിയമ്മയാണ് എന്ന്, പക്ഷേ ഇവരെ കണ്ടിട്ട് എൻ്റെ ചെറിയമ്മയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ എന്ന് അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും ആരും മറുപടി പറയണമെന്നില്ല. അപ്പോഴാണ് ഗംഗാധരൻ്റെ വാക്കുകൾ നികേഷിൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. നിന്റെ അച്ഛൻ അയാളുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയി, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ പിന്നെ കൊന്നോ അതോ ഇനി പറഞ്ഞു വിട്ടോ എന്നൊന്നും അറിയില്ല എന്നായിരുന്നു ആ വാക്കുകൾ. പെട്ടെന്ന് നികേഷ് ചിന്തിച്ചു, ഇതാണോ ആ നോർത്ത് ഇന്ത്യൻ സ്ത്രീ എന്ന്. അവൻ നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. സത്യം പറ അച്ഛാ, ഈ സ്ത്രീ ആരാണ്? ഇവരെന്തിനാ എന്നെ എടുത്ത് നിൽക്കുന്നത്? ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ കൊടുത്തത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു 100 ചോദ്യങ്ങളങ്ങ് ചോദിക്കാണ്. സ്വന്തം പെറ്റമ്മ എടുക്കാതെ ഈ സ്ത്രീ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോഴേക്കും സുഭാഷ് അവനെ തടഞ്ഞു. എടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ, ആ ഫോട്ടോ അവിടെ വെക്ക്, നമുക്ക് കുറേ പണിയുണ്ട്. പക്ഷേ നികേഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് സത്യം അറിയണം അച്ഛാ, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കേട്ടല്ലോ, അവരാണോ ഇത് എന്ന് ചോദിക്കും. അന്നേരം ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അവൻ വീണ്ടും അങ്ങ് ചൂടാവുന്നുണ്ട്. നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് അത് ഇപ്പം തന്നെ അറിയണം. നിങ്ങളൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങളല്ലേ ഫോട്ടോ എടുക്കേണ്ടത്, എന്നെ എന്തിനാ അവരുടെ കയ്യിലേക്ക് കൊടുത്തത് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഒടുവിൽ ഭാസ്കരൻ അങ്ങ് ദേഷ്യം വരികയാണ്. നിന്റെ അമ്മ നിന്നെ എടുക്കാതെ പിന്നെ വേറെ ആരുടെ എടുക്കുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അദ്ദേഹം. എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നികേഷ് അങ്ങ് ഞെട്ടി ചോദിക്കുകയാണ്. സുഭാഷ് അച്ഛനെ തടയാൻ നോക്കി, പക്ഷേ ഭാസ്കരൻ നിർത്തിയില്ല. അതേടാ, നിന്റെ അമ്മ തന്നെയാണ് നിന്നെ എടുത്ത് പിടിച്ചിരിക്കുന്നത്. നീ നേരത്തെ ചോദിച്ചില്ലേ നിന്റെ അമ്മ എന്താ നിന്നെ എടുക്കാത്തത് എന്ന്. ഇതാണ് നിന്റെ അമ്മ, സുധീഷും സുഭാഷിൻ്റെയും അമ്മയല്ല നിന്റെ അമ്മ, ഇതാണ് നിന്റെ അമ്മ എന്ന് അദ്ദേഹം അങ്ങ് തുറന്നു പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി തന്നെ നികേഷ് ആകെ ഷോക്കായി നിൽക്കുകയാണ്. നികേഷിൻ്റെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. അവൻ ആ ഫോട്ടോയുമായി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഏട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സുഭാഷ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. എടാ അതൊക്കെ അവിടെ വെക്ക്, അച്ഛൻ വെറുതെ ദേഷ്യത്തിൽ പറയുന്നതാണ്, നീ ഇതൊന്നും കാര്യമാക്കേണ്ട. പക്ഷേ നികേഷ് സമ്മതിച്ചില്ല. സത്യം പറ ഏട്ടാ, എൻ്റെ അമ്മയല്ലേ സുഭാഷേട്ടൻ്റെയും സുധീഷേട്ടൻ്റെയും ഹരീഷേട്ടൻ്റെയൊക്കെ അമ്മ? അപ്പോൾ നമ്മൾ വേറെ വേറെ അമ്മമാരുടെ മക്കളാണോ? സുഭാഷിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ സുഭാഷ് ഇങ്ങനെ ഉരുകി നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും പറഞ്ഞു, ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേടാ? ആ ഫോട്ടോയിൽ കാണുന്നത് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ്, അവരുടെയൊക്കെ അമ്മ വേറെയാണ്. ഇത് കേട്ടപ്പോൾ നികേഷ് ആകങ്ങ് തകർന്നു പോയി. സുഭാഷിന് സങ്കടവും ദേഷ്യമൊക്കെ ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. സുധീഷിന് അത് കേട്ട് നിൽക്കാനൊന്നും പറ്റിയില്ല. അവൻ ഭാസ്കരനെ അടിക്കാനങ്ങ് കയ്യോങ്ങി. നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടുന്നു വരുന്ന സമയത്തിൻ്റെ നിധി അവനെ തടഞ്ഞു. അന്നേരം ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നികേഷിൻ്റെ മനസ്സ് തകർന്ന് അവർക്കൊന്നും സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. സുധീഷ് ദേഷ്യത്തോടെ ചോദിച്ചു, ഇതൊക്കെ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞത് എന്ന്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഭാസ്കരൻ തിരിച്ചടിച്ചു. പിന്നെ ഞാനെന്ത് ചെയ്യണം? നീയൊക്കെയല്ലേ ഈ ഫോട്ടോ എടുത്തിട്ട് അവനെ കാണിച്ചത്, ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. മച്ചിൻ്റെ മുകളിലിരുന്ന ആ ഒരു പെട്ടിയെടുത്ത് ഫോട്ടോ ഒക്കെ അവന് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായോ എന്നൊക്കെ ചോദിക്കാട്ടോ ഭാസ്കരൻ. സുഭാഷ് ഇടപെട്ടു. അച്ഛൻ മദ്യപിച്ചിട്ട് ഓരോന്നും പറയരുത്. എടാ ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. സത്യം എപ്പോഴാണെങ്കിലും അവനറിയേണ്ടതല്ലേ? എത്ര കാലം ഇതിങ്ങനെ മൂടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാണ് ഭാസ്കരൻ. സുധീഷ് വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ടു. അതും പറഞ്ഞ് ഇപ്പോൾ വല്ല കാര്യമുണ്ടായിരുന്നോ? ഇത്രയും കാലം അവൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. നിധി സുധീഷിനെ ശാന്തനാക്കാൻ നോക്കി. ഭാസ്കരൻ പറയുന്നുണ്ട്, കണ്ടില്ലേ എല്ലാം നീയൊക്കെ ചെയ്തിട്ടിപ്പോൾ എൻ്റെ തലയിലേക്ക് അങ്ങ് കയറുന്നോ എന്നൊക്കെ ചോദിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ കൂട്ടത്തിനെ അദ്ദേഹം വേഗം ഷർട്ടും എടുത്ത് അവിടെ നിന്ന് സൈക്കിളിലങ്ങ് കയറി പോവാണ്. ഈ സമയത്തന്നെ നികേഷ് ഇങ്ങനെ ആകെ കരഞ്ഞ് തളർന്ന് നിൽക്കുമായിരിക്കും. കരഞ്ഞുകൊണ്ട് തന്നെ നികേഷ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയൊന്നും ഒന്നല്ല അല്ലേ? ഞാൻ സുഭാഷ് ഏട്ടൻ്റെ അനിയനല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവനിങ്ങനെ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ അനിയൻ തന്നെയാണ്.
അച്ഛൻ എന്തോ മദ്യപിച്ച് പറഞ്ഞതാണ് എന്ന് സുഭാഷ് സമാധാനിപ്പിക്കാൻ നോക്കി. ഇല്ല, ഈ ഒരു സത്യമല്ല നിങ്ങൾക്കറിയാഞ്ഞിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് നികേഷ്. ഹരീഷ് അവനെ ചേർത്ത് പിടിച്ചു. നികേഷ് നിർത്താതെ ഇങ്ങനെ കരയുന്നുണ്ട്. 3 പേരും ഇത്രയും കാലം എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചത് ഞങ്ങൾ വേറെ അമ്മമാരുടെ മക്കളാണെന്ന് അറിഞ്ഞിട്ടില്ലേ? എന്തിനാ എന്നോട് നിങ്ങളെല്ലാവരും സ്നേഹം കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ അങ്ങ് ആക്രോശിച്ചു. നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. സുഭാഷും ഹരീഷും അവനെ കൈപ്പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ്റെ സങ്കടം, ഇതാണ് ഞങ്ങൾ പേടിച്ചത്. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സത്യം അവനോട് തുറന്നു പറയാതിരുന്നത്. ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ കുറേ കാലം ജയിലിലായിരുന്നു. പിന്നീട് അച്ഛൻ തിരിച്ചു വന്ന് എങ്ങോട്ടേക്ക് പോയി, എങ്ങോട്ടേക്കാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കൂടെ ഈ സ്ത്രീയും ഒക്കത്തെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞാണ് നികേഷ് എന്ന് പറയും. ഞങ്ങൾ കൂടുതലൊന്നും അച്ഛനോട് ചോദിച്ചില്ല. അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിലേക്ക് പോയത് ഇവരെ കൊണ്ടുവരാനാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ നികേഷിനെ കണ്ടതോടുകൂടി തന്നെ ഞങ്ങളുടെ സങ്കടമെല്ലാം മാറി. അവനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് അവനോട്. ഒരു ദിവസം അവൻ്റെ അമ്മ എങ്ങോട്ടേക്ക് പോയി. പിന്നെ ഒരിക്കലും അവരെങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവരെ പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല. നികേഷിന് അന്ന് ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഞങ്ങളുടെ സ്വന്തം അനിയനല്ല എന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുമില്ല. പറയാനൊരു അവസരം വന്നിട്ടുമില്ല. അവൻ ഞങ്ങളുടെ അനിയൻ തന്നെയാണ്. സുധീഷ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. നിധി അവരെ നോക്കി സങ്കടപ്പെട്ടു നിന്നു. നികേഷിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അവനെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഞങ്ങളുടെ അനിയൻ തന്നെയാണ്. അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ നികേഷിന് പെട്ടെന്നെന്തോ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം നികേഷ് കോളേജിലേക്ക് പോയി. വഴിയിൽ വെച്ച് സൈക്കിൾ തള്ളി വരുന്ന ഭാസ്കരനെ കണ്ടു. അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവാൻ തുടങ്ങിയ നികേഷിനെ ഭാസ്കരൻ അങ്ങ് തടഞ്ഞു നിർത്തുകയാണ്. നീ എന്തിനാണ് എന്നോടിങ്ങനെ മുഖം കറുപ്പിച്ചു പോകുന്നത്? ഞാൻ സത്യം പറഞ്ഞതാണോ തെറ്റിയെന്ന് ചോദിക്കാണ് അദ്ദേഹം. നിങ്ങൾ എന്തുകൊണ്ട് ഈ സത്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കാട്ടോ നികേഷ്. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടന്മാരെ ഇത്രയധികം കഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഞാൻ അവരുടെ സ്വന്തം അനിയനാണെന്ന് കരുതിയിട്ടില്ലേ ഞാൻ അവരെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ചത് എന്നൊക്കെ പറയാണ് നികേഷ്. നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിത് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ഭാസ്കരൻ പറയുന്നുണ്ട്, അതിനൊരു അവസരം വരണ്ടേടോ. വേണ്ട, ഇനി നിങ്ങളൊന്നും പറയണ്ട. എൻ്റെ അമ്മയെ കൊന്നിട്ട് നിങ്ങൾ വേറെ സ്ത്രീയെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നികേഷ് അങ്ങ് ദേഷ്യപ്പെട്ടു. ഭാസ്കരനും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഓ, നിന്നോടൊക്കെ പറഞ്ഞതിന് എന്നെ വേണം തല്ലാനെന്നും പറഞ്ഞു കൊടുത്തിന് അദ്ദേഹം ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോയി. വൈകുന്നേരം നിധി തൻ്റെ ഫ്രണ്ടിനെ ഫോൺ വിളിക്കുകയാണ്. തനിക്ക് പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ കയ്യിൽ കിട്ടുമെന്നും അധിക നാളിങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഫ്രണ്ട് ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട് എന്ന് പറയാണ്. അതിൽ അവൾക്ക് ചെറിയൊരു സമാധാനം കിട്ടി. കുറച്ചു കഴിഞ്ഞ് അവൾ മുറ്റത്ത് നികേഷിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോളേജ് വിട്ട് നികേഷ് എത്തേണ്ട സമയമെല്ലാം കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും അവനെ കാണാതായപ്പോൾ നിധിക്കാകെ ടെൻഷനായി. അരമണിക്കൂറും കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടനെ തന്നെ സുധീഷിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. സുധീഷ് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അവൻ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാൻ നോക്കിയെങ്കിലും നിധി ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട്, സുധീഷേ, നികേഷ് ഇതുവരെ കോളേജ് വിട്ടിട്ട് വന്നിട്ടില്ല. വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ സാധാരണ ഒരിടത്തും പോവാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി പറയുന്ന സമയത്തിന് സുധീഷ് അങ്ങ് ആകുലതപ്പെട്ടു. താൻ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അങ്ങ് ഫോൺ വെക്കാണ്. സുഭാഷ് നിധിയെ വിളിച്ചുകൊണ്ട് തന്നെ നികേഷ് എത്തിയോ എന്ന് ചോദിക്കും. ഇല്ല എന്നറിഞ്ഞപ്പോൾ അവനും ആകെ ടെൻഷനായി. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. നികേഷ് എത്തിയില്ല എന്നറിഞ്ഞപ്പോൾ അവനെ അന്വേഷിച്ചത് നേരെ റോഡിലേക്ക് പോവാണ് ഹരീഷ്. നിധി ആകെ ഇങ്ങനെ പരിഭ്രാന്തിയിൽ നിൽക്കുമായിരിക്കും. നികേഷ് എവിടെ പോയി എന്നറിയാതെ നിധിയും സുധീഷിൻ്റെ കുടുംബവും ഒക്കെ ഇങ്ങനെ ആകെ തളർന്നിരിക്കുമായിരിക്കും. രാത്രി 10 മണിയായിട്ടും നികേഷ് തിരിച്ചെത്തിയിട്ടില്ല. സുധീഷും സുഭാഷും ഹരീഷും ടൗണിലെ എല്ലാ ആശുപത്രികളിലും ചങ്ങാതിമാരോടും വീടുകളിലും എല്ലായിടത്തും അരിച്ചു പെറുക്കി. നിധി വീട്ടുമുറ്റത്ത് കണ്ണീരോടുകൂടെ തന്നെ കാത്തിരിക്കാണ്. അപ്പോഴാണ് ഹരീഷ് പെട്ടെന്ന് കിതച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഏട്ടാ, നികേഷിൻ്റെ ബാഗ് ആ പഴയ റെയിൽവേ ക്രോസിൻ്റെ അടുത്തുള്ള ആ ഒരു കായൽ വക്കത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ അവൻ അവിടെയൊന്നും കാണാനില്ല. ആ വാർത്ത കേട്ടപ്പോൾ സുധീഷിൻ്റെ ഉള്ളൊന്ന് പിഴഞ്ഞു. എല്ലാവരും അങ്ങോട്ടേക്ക് കുതിച്ചു. ഇരുട്ട് നിറഞ്ഞ് കായൽ വക്കത്ത് നികേഷിന്റെ ബൈക്ക് അനാഥമായി കിടക്കുന്നത് കണ്ടു. സുധീഷ് ഉറക്കി വിളിച്ചു, നികേഷേ, എടാ അനിയ. പക്ഷേ മറുപടിയായി ഒന്നും തന്നെ വന്നില്ല. കായൽ കാറ്റും തിരമാലകളുടെ ശബ്ദവും മാത്രം. പെട്ടെന്ന് ദൂരെ ഇരുട്ടിൽ ഒരു രൂപം തെളിയുന്നത് അവർ കണ്ടു. അത് നികേഷ് തന്നെയായിരുന്നു. വെള്ളത്തിനരികിലെ ഒരു കല്ലിൽ തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണവൻ. സുധീഷ് ഓടിച്ചെന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ, നീ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ കൊല്ലാകൊല ചെയ്യാണോ? നികേഷ് കരച്ചിലടക്കാൻ പാടുപെട്ടു. എനിക്കിനി വല്ലാത്ത ഭയം തോന്നുന്നു ഏട്ടാ. ഞാൻ ഈ കുടുംബത്തിന് ആരുമല്ലാത്തൊരു തോന്നൽ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. എൻ്റെ അമ്മ ആരാണെന്നോ എവിടെയാണെന്നോ പോലും എനിക്കറിയില്ല. സുഭാഷ് അവനെ തോളിൽ തട്ടിക്കൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചു. എടാ മണ്ടം കൊച്ചേ, രക്തബന്ധത്തേക്കാൾ വലുതാണ് നിന്നെ ഞങ്ങൾ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് കുറവുണ്ടോ എന്ന് നീ പറ. നികേഷ് ഒന്നും മിണ്ടിയില്ല.
അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി. അത് ഭാസ്കരന്റെ പഴയൊരു സുഹൃത്തായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വിലാസമുണ്ടായിരുന്നു. നികേഷിന്റെ അമ്മയെക്കുറിച്ചുള്ള സത്യം തേടി ഭാസ്കരൻ രഹസ്യമായി ഏൽപ്പിച്ച വിലാസം. നികേഷിന്റെ അമ്മ മരിച്ചിട്ടില്ല എന്നും അവർ വടക്കേ ഇന്ത്യയിലെ ഒരു ആശ്രമത്തിൽ കഴിയുകയായിരുന്നെന്നും അയാൾ വെളിപ്പെടുത്തി. ഈ സത്യം അറിഞ്ഞതോടുകൂടി തന്നെ നിധി ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകണം. നികേഷിനെ അവനെ അമ്മയെ കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവന്റെ മനസ്സൊന്ന് ശാന്തമാവൂ. സുധീഷും സുഭാഷും അത് സമ്മതിച്ചു. പക്ഷേ ഭാസ്കരൻ അതിനെ എതിർത്തു. അവർക്ക് നമ്മളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കാണ്. യാത്രക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ തന്നെ നികേഷ് തന്റെ പഴയ ഫോട്ടോസും വീടുമെല്ലാം തന്നെ എടുത്തു നോക്കി. ആ ഫോട്ടോയിലെ സ്ത്രീകളുടെ കണ്ണുകളിൽ തനിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവൻ കണ്ടു. നിധി അവനരികിലെത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, നികേഷ്, സത്യങ്ങൾ എപ്പോഴും കൈപ്പുള്ളതാവണമെന്നില്ല. ചിലപ്പോൾ അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരിക്കും. ഈ ഒരു പുതിയ വഴിത്തിരിവിലൂടെ നികേഷിന് തൻ്റെ സ്വന്തം പെറ്റമ്മയെ കണ്ടെത്താൻ സാധിക്കുമോ? സുധീഷിനും നിധിക്കും ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.